രാവിലെ തുടങ്ങിയ ഒരു നൻപകൽ നേരത്തെ മയക്കോ അതിലെ ഫോട്ടോയും കണ്ട് ഒന്നാത്ത ആ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് ഉറങ്ങിയാണ് തിരിച്ചു വന്നത്. മനസ്സിലായ? ഇത് അവാർഡിനും കൂടെ അയച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവാർഡ് കിട്ടൂല. നീയാണല്ലോ കോടതി. പടം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അവിടുത്തെ ജൂറിമാരൊക്കെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. അല്ലേ? ഈ പടം കണ്ടാലല്ലേ അവാർഡ് കൊടുക്കാൻ പറ്റൂ. തനിക്കെന്താണ് ഇത്ര വലിയ കലിപ്പ്? നീയേ വെറും ബ്രിട്ടാസായ മതി, ബ്രിട്ടീഷ് ആവണ്ട കേട്ടോ. എന്തിനാണ് ഈ നൻപകൽ മയക്ക നേരത്തിന് എടുത്ത് തലയിൽ വെച്ച് നടക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അയ്യോ, കഷ്ടമായി പോയി. ആ സിനിമ കണ്ട പലവർക്കും അതിന്റെ കഥ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ ചേട്ടാ, ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ലെന്ന്. കേസ് അത് കണ്ടിട്ട് കഥ മനസ്സിലാവാത്തതുകൊണ്ട് ആൾക്കാർ പുറത്തിറങ്ങിയിട്ട് റിവ്യൂ പോയി നോക്കി അറിയാം. നിങ്ങൾക്ക് റിവ്യൂ പറയണെന്ന് വെച്ചാൽ ഒന്നിലും നമ്മൾ ലിജോ ജോസ് പല്ലിശ്ശേരി ആലോചിക്കണതിന്റെ അത്രയും എത്തണം, അല്ലെങ്കിൽ ലിജോ ജോസ് പല്ലിശ്ശേരി നമ്മളെ ലെവലിലേക്ക് താഴ്ന്നു വരണമെന്ന്. ഇതൊരു ആ ഒരു ലെവല് പടമാണ്. നമുക്ക് ആ ലെവലിൽ കഷ്ടപ്പെട്ടിരിക്കാൻ പറ്റിയ പടമാണ്. എനിക്ക് തോന്നുന്നത് മമ്മൂക്കൊക്കെ ഒരു മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ പോലത്തെ ഒരു അസുഖം എന്തോ ആണ് തോന്നുന്നത്. ആ ഒരു ടൈപ്പിലാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത്. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലോ. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരു ഒന്നര മണിക്കൂറിന് മേലെ നല്ല എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് ഉറങ്ങിയാണ് തിരിച്ചു വന്നത്. മനസ്സിലായ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ. ഇത് അവാർഡിനും കൂടെ അയച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവാർഡ് കിട്ടൂല. കാരണം ഇതിനകത്ത് മുഴുവനും മമ്മൂക്കയുടെ പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. പുള്ളി സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ പുള്ളിയുടെ കയ്യിൽ തന്നെയാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ?